ഒന്ന് യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 27-ാമത് വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പേൻ. ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം ഞങ്ങളിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ആ ബോധം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പ്രാപിച്ച അഭിഷേകം ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ അഭിഷേകമാണെന്ന്, അതേ ആത്മാവാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അവനാൽ പ്രാപിച്ച അഭിഷേകം, ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവിടെ യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചാഞ്ഞിരുന്ന കർത്താവിന്റെ ഹൃദയമിടിപ്പുകളെ തിരിച്ചറിഞ്ഞതായ യോഹന്നാൻ പറയുകയാണ്, ക്രിസ്തുവിനാൽ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു എങ്കിൽ ആ ആത്മാവ് നിങ്ങളെ വഴി നടത്തും. നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രത്യേകത, കർത്താവിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞത്, അത് യെശയ്യാ പ്രവാചകൻ നേരത്തെ പ്രവചിച്ച പറഞ്ഞ ഒരു വാഗ്ദത്വമുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിപ്പിക്കുന്നവരെ സ്വതന്ത്രമാക്കുവാനുമാണ് ഞാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ മേൽ യെശയ്യാ പ്രവാചകൻ 61-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അവിടെ യെശയ്യാ പ്രവാചകൻ കർത്താവ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതാണ്. ആ ഭാഗം കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചു അല്പമായിട്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഒന്നുകൂടെ വായിക്കാൻ ആ ഭാഗം, അതിന്റെ ആധികാരികം നമ്മൾ മനസ്സിലാക്കണം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അപ്പൊ എന്റെ മേൽ ഇരിക്കുന്നു. ഇത് യേശു ജനിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചതാണ്. അപ്പൊ നമ്മളാണെങ്കിൽ പറയും, ഇല്ല, വരാൻ പോകുന്ന ഒരാളിന്റെ മേൽ അത് പകരപ്പെടുവാൻ ഇടയായി തീരും, അല്ലെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. പക്ഷെ യേശുവിനെ കുറിച്ച് നിശ്ചയമായിട്ട് യെശയ്യാവ് പ്രവചിക്കുക, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇരിക്കുന്നു. അടുത്ത ഭാഗം കൂടെ, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. യഹോവയുടെ പ്രസാദ വർഷം മാത്രമല്ല, ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് ആനന്ദതൈലവും അവിടെ കർത്താവിനെ കുറിച്ച് അവൻ എന്നെ അയച്ചു കഴിഞ്ഞു. അതാണ് ദൈവവചനത്തിന്റെ ആധികാരികത അവിടെയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും.
അതെ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം. അപ്പോൾ കർത്താവിന്റെ ജനനത്തിന് മുമ്പേ കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ച് അതിന് അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച് മുന്നമേ അറിയിച്ചത് ആ കർത്താവിന്റെ മേൽ അഭിഷേകം, അതേ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്ന് തന്റെ മേൽ ആവസിക്കുമ്പോൾ തന്നിലൂടെ അത്ഭുതങ്ങൾ നടന്നു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ. ഹല്ലേലൂയ! കർത്താവിന്റെ മേൽ ദൈവം പകരപ്പെട്ട അഭിഷേകം എത്ര ശക്തമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. നമുക്ക് വേണ്ടി ദൈവം നമുക്ക് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്നെയും നിങ്ങളെയും അതേ ആത്മാവിന്റെ ശക്തിയാൽ നടത്തുവാനാണ്. ആ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു ദൈവമക്കൾക്ക് അടങ്ങിയിരിക്കുവാൻ സമയമില്ല. ആ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഇന്ന് പകല് എത്ര പേർ ഒരുക്കത്തോടെ പ്രാഗൽഭ്യത്തോടെ ആ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ദൈവമക്കൾ അവരെ തുറന്ന് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ഇന്ന് പകൽക്കാലം ഒരു പുതിയത് നമ്മുടെ മേൽ പകരപ്പെടുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ചില പ്രതിസന്ധികളെ ജയിക്കുവാൻ, ചിലതിനെ കാൽ കീഴാക്കി മെതിച്ചു കളയുവാൻ എന്റെ ദൈവം എന്റെയും നിങ്ങളെയും പുത്തൻ അഭിഷേകത്താൽ ചിലരുടെ മേൽ ഇന്ന് പകല ചിലതിനെ ജയിപ്പാനുള്ള അഭിഷേകം. ക്രിസ്തു മരണത്തെ ജയിച്ചതുപോലെ, പാതാളത്തെ ജയിച്ചതുപോലെ ഇന്ന് പകൽ ചിലതിനെ ജയിപ്പാൻ, ചിലതിനെ ജയിച്ചടക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ എന്റെ ദൈവം നിറയ്ക്ക എന്ന് പകല. ഓ ദൈവം നമ്മുടെ മേൽ ഒരു പുത്തൻ അഭിഷേകത്തെ പകരപ്പെടുവാൻ. ഹല്ലേലൂയ! ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്റെ മേൽ ഇരിക്കുവാൻ എന്താ കാരണം? കൊലോസ്യർ 1:27 പറയുന്നു, ഈ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുന്നു. ആ ക്രിസ്തു സർവ മഹത്വത്തോടെ എന്റെ ഉള്ളിലിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത അഭിഷേകം എന്റെ മേൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഇടയായി തീരെ. ഹല്ലേലൂയ! അപ്പൊ ദൈവം അഭിഷക്തന്മാരെ അധികാരപ്പെടുത്തുന്നത് ഇരിക്കുന്നത് ശുശ്രൂഷകളിലൂടെ വെളിപ്പെടും നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ അതിശയിച്ചു പോകാറുണ്ട്. ഇന്ന് പകൽ നമ്മുടെ മേൽ ദൈവം പകരപ്പെട്ട അഭിഷേകം എത്രമാത്രം വ്യാപ്തിയുള്ളതാണ്, എത്രമാത്രം അത് ലോകത്തിന് അതിനെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ് വിവിധമാകുന്ന കൃപാവരങ്ങൾ വ്യാപാരം ചെയ്യും. അത് അഭിഷേകം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈദ്യന്റെ മുമ്പിൽ സകലതും അവൻ കീഴടങ്ങുവാൻ ഇടയായി തീരും. രോഗശാന്തിയാണ് നമുക്കിടെ മേൽ വെളിപ്പെടേണ്ടത്. അത് ആ സമയം ആ കൃപാവരം പ്രയോജനപ്പെടും. ഭൂതങ്ങളുടെ മേലുള്ള അധികാരമാണോ അത് പ്രയോജനപ്പെടേണ്ടത്? ആ സമയത്ത് അത് വെളിപ്പെടുവാൻ ഇടയായി തീരും. അത് വെളിപ്പെടണമെങ്കിൽ നമ്മൾ ഭവനത്തിനകത്ത് ഒതുങ്ങിയിരുന്നാൽ പോരാ. എന്റെ മേൽ രോഗശാന്തി ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയണം? രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗി സൗഖ്യം പ്രാപിക്കുമ്പോഴാണ് എന്റെ മേൽ കൃപാവരം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇവിടെ ഇന്ന് പലരുടെ മേലും ദൈവം തന്റെ കൃപാവരങ്ങളെ പകർന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കൊണ്ടുവച്ച് തലയുടെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങിയാൽ ആ കൃപാവരം ജ്വലിക്കപ്പെടുകയില്ല. അത് വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നമുക്കത് ജ്വലിപ്പിക്കുവാൻ ഇടയായി തീരണം. കർത്താവിന്റെ വചനം പറയുന്ന അഭിഷക്തന്മാരുടെ കൈവെപ്പിനാൽ നിങ്ങളുടെ കൃപാവരം ജ്വലിപ്പിക്കപ്പെടണം. കൃപാവരം ജ്വലിപ്പിക്കപ്പെടുമ്പോൾ ആത്മാവ് നമ്മുടെ അകത്ത് സ്ഥിരമായി നിലനിൽക്കുന്നു.
ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ദൈവം തിരിച്ചെടുക്കുന്നത് വളരെ അപൂർവമാണ്. ഏത് പുസ്തകത്തിലും ഒരാളിനെ കുറിച്ച് മാത്രമേ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ശൗൽ രാജാവിനെ കുറിച്ച്. ശൗലിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിന്റെ സന്നിധി തെറ്റിപ്പോയപ്പോൾ ദൈവം അയച്ച പരിശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് എടുത്തിട്ട് പകരം ഒരു ദുരാത്മാവിനെ അവന്റെ മേൽ അയച്ചു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി ഞാൻ അയച്ചു തരും. പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിട്ട് അത് തിരിച്ചെടുക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപാവരങ്ങൾ നിന്നു പോകുന്നത് അതിൽ ആ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ വരുമ്പോൾ, ഒരിക്കൽ ശക്തിയോടെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു, ഇന്നൊന്നും നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ കുറവ് സംഭവിച്ചു പോയി. അത് കണ്ടെത്തി ഉണർന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച ആ അതേ ആത്മശക്തിയാൽ പിന്നെയും നിറയപ്പെടുവാൻ, കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഫലം കായ്ക്കുന്ന കൊമ്പിനെ ആടാക്കുവാൻ ചെത്തി വെടിപ്പാക്കും. ചില ചെത്തലുകൾക്കായി നമ്മൾ വിധേയപ്പെട്ടു കൊടുത്താൽ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് അത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന് എന്നോട് പറയാനുള്ള ദൂതാണെന്ന് പറഞ്ഞ് ആ വചനത്തെ ഏറ്റെടുത്ത് വിധേയപ്പെട്ടു കൊടുത്താൽ പിന്നെയും പഴയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. കർത്താവിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി മത്തായി സുവിശേഷം 3-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ 3-4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 4-ന്റെ 1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചിനെ 40 ദിവസം പരീക്ഷിച്ചു. 40 ദിവസങ്ങൾ കർത്താവ് മരുഭൂമിയിലായിരിക്കുവാൻ ആഗ്രഹിച്ചു. ആ 40 ദിവസവും പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതെ, എന്തുകൊണ്ടാണ് കർത്താവ് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ ഇത്രയും പരീക്ഷയില്ല. പിശാചിന്റെ മരുഭൂമിയിലേക്ക് പോയി ഉപവസിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് പരീക്ഷകൾ. പിശാച് നേരിട്ടടുത്ത് വരികയാണ്. ഉപവാസം 40 ദിവസവും കർത്താവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് നേരിട്ടടുത്ത് വന്നു. ഇന്ന് പകൽ ഈ ആരാധന കഴിയുമ്പോൾ അകലെ പോകുന്ന പിശാച് അടുത്ത് വരുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കഴിയുമ്പോൾ അതുവരെ ഇല്ലാത്ത പ്രതിസന്ധി വരുന്നുവെങ്കിൽ ഓർത്തോളം നിന്നെ ദൈവത്തിന് വലിയ പദ്ധതിയാണ്. നമ്മുടെ മേൽ ദൈവം പകരപ്പെട്ട അഭിഷേകം പിശാചിനെ തകർക്കുവാനുള്ളതാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് ആധികാരികമായി പിശാചിനോട് പറയുന്ന ഒരു പദമുണ്ട്. ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത് വചനം. യേശുവിനോട് സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അപ്പൊ നമ്മൾ വായി തുറന്ന് കൽപ്പിച്ചാൽ പോകാനുള്ളതേ ഉള്ളൂ പിശാച്. നമ്മുടെ അകത്ത് പകരപ്പെട്ട അഭിഷേകം അത്ര വലുതാണ്. പക്ഷെ നമ്മൾ വായി തുറക്കുകയുമില്ല, കൽപ്പിക്കുകയുമില്ല. നമ്മൾ പിശാചിനെ കാണുമ്പോൾ വിറച്ച് പേടിച്ചിങ്ങനെ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് ആയതുകൊണ്ട് അതിങ്ങനെ നിന്ന് നൃത്തം ചെയ്ത് നമ്മുടെ നന്മകളെല്ലാം ചോർത്തിക്കൊണ്ടുപോകും. കർത്താവിനെ അഭിഷേകം ചെയ്ത നമ്മൾ വായിച്ച ഭാഗം എന്താ? ക്രിസ്തു യേശുവിനെ അഭിഷേകം ചെയ്ത അഭിഷേകം, ക്രിസ്തുവിനാൽ പ്രാപിച്ച
അഭിഷേകം നിങ്ങളിൽ വസിക്കും. അതാണ് നമ്മുടെ ബലം, നമ്മുടെ ഉറപ്പെന്താ, ദൈവമക്കളുടെ പ്രത്യാശ എന്താ? പ്രതിസന്ധിയിൽ തകർന്നു പോകുമെന്ന് ലോകം പറയുമ്പോൾ അതിന്റെ നടുവിൽ നടത്തുവാൻ ദൈവശക്തനാണ്. ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ചു, ഈ ചുഴലിക്കാറ്റ് അതെ ഈ വള്ളത്തെ വെള്ളത്തിൽ മുക്കി ഞങ്ങളെ എല്ലാവരെയും കൊന്നുകളയുമെന്ന് ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ എന്റെ കർത്താവ് അതെ ആ കടലിനെ ശാസിച്ച കാറ്റിനെ അടക്കി ശാന്തത വരുത്തി. അതിനുള്ള അഭിഷേകം കർത്താവിന്റെ മേലുണ്ടായിരുന്നു. അതേ അഭിഷേകമാണ് നമ്മുടെ മേൽ ദൈവം പകരപ്പെട്ടിരിക്കുന്നത്. ഭവനത്തിനകത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ, കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്തതായ പ്രതികൂലങ്ങൾ കയറി വരുമ്പോൾ, ഇന്ന് പകൽ നമുക്ക് ഉറക്കെ ശാസിക്കാൻ കഴിഞ്ഞാൽ, ശക്തമായി പ്രാർത്ഥിച്ച് അതിനെ ജയിക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളോ നമ്മുടെ കാൽ കീഴാക്കുവാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ല, രാജകീയ പുരോഹിത വർഗമാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ പിശാചിനോട് കെഞ്ചുന്നവരായി മാറരുതോ, പിശാചിനെ ഭയപ്പെടുന്നവരായി മാറരുത്. ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് കാട്ടാക്കട ഏഴ് ചർച്ച 21 ഉപവാസ പ്രാർത്ഥന സുരേഷ് ബാബു നടത്തുമ്പോ അത് അദ്ദേഹത്തിന്റെ ആ ആലയത്തിൽ പോയി ഇരുന്ന് ആ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു പിശാചിളവിയ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഏറ്റവും പുറകെ വന്നിരിക്കുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഭയമായിരുന്നു. സുരേഷ് ബാബു ബ്രദർ ആ ശുശ്രൂഷയുടെ ആ അവസാനത്തിന്റെ മുമ്പിലത്തെ ദിവസം അത് ഒരു പരസ്യം പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാത്ത എല്ലാവരും വന്ന് എന്റെ മുമ്പിലേക്ക് വന്ന് മുട്ടുകുത്തി നിൽക്കാനായിട്ട് പറഞ്ഞു. എന്നെ അദ്ദേഹത്തിന് നേരത്തെ അറിയാം, പക്ഷെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കിയാൽ ഇതുവരെ അഭിഷേകം പ്രാപിക്കാതെ ഉപദേശിയായിട്ട് നടക്കുന്നത്. അന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. അതിനുശേഷം എനിക്ക് ആ ഭയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലെ, കഴിഞ്ഞ നാളുകളില് രക്തരക്ഷസൊന്നും അങ്ങനെയൊക്കെ പേര് പറഞ്ഞ് വെളിപ്പെട്ട പലതും സെക്കൻഡുകൾക്കുള്ളിൽ മുട്ടുമടക്കും ഇടയായി തീർന്നത് ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മിൽ വസിക്കുന്നത് കൊണ്ട്. അത് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തരും അതിന് കഴിയും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുമ്പോൾ നിങ്ങൾ വായി തുറന്ന് കൽപ്പിച്ചാൽ മതി. ഭവനത്തിനകത്ത് ഉയർന്നു വരുന്ന പ്രതിസന്ധിയെ നോക്കി നമുക്കൊന്ന് കൽപ്പിക്കാനായിട്ട് ധൈര്യമുണ്ടോ? ഇന്ന് മുതൽ നിങ്ങൾ ആരംഭിക്കുക, എന്റെ മേൽ ക്രിസ്തുവിന്റെ അഭിഷേകമാണ് വ്യാപരിക്കുന്നത്. ഞാൻ ചില പ്രതികൂലങ്ങൾ നോക്കി കൽപ്പിക്കാനായിട്ട്, ചിലതിനെ ശാസിക്കുവാൻ നിങ്ങൾ തയ്യാറായ യേശു കർത്താവ് പിശാചിനോട് പോയി എന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി. അത്രയേ ഉള്ളൂ ഈ പിശാചിന്റെ സ്വാധീനങ്ങൾ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ എന്നും കർത്താവ് ഒരുക്കമാണ്. പിതാവ് നോക്കി നിൽക്ക, എന്താ എന്റെ മകന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നമ്മൾ സകലതും അറിയുന്നത് പരിശുദ്ധനായ കർത്താവിനാൽ അഭിഷേകം പ്രാപിക്കുമ്പോഴാണ്. അഭിഷേകം പ്രാപിച്ചു എന്ന് വിചാരിച്ചാൽ, നമ്മൾ ദൈവത്തിനെ നിഗളിച്ചാൽ, വചനം വിട്ടുപോയാലും പിശാച് നമ്മെ കൊണ്ട് പലതും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവ പൈതൽ വചനം വിട്ടുപോകാനായിട്ട് വ്യവസ്ഥയില്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുയേശുവിനെ അഭിഷേകം ചെയ്ത അതേ ആത്മാവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി ചിലതിനെ ശാസിക്കാം. ചിലതിന്റെ മേൽ ജയം അത് എടുക്കുവാനായിട്ട് ഇടയായിത്തീരും. യെഹെസ്കേൽ പ്രവാചക പുസ്തകം 36-ാം അധ്യായം അതിന്റെ 27-ാമത് വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 36-ന്റെ 27.
ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവത്തിന് സ്തോത്രം പറയാം. കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നാൽ എനിക്ക് നടക്കുവാൻ പുതിയ വഴിയുണ്ട്. അതുകൊണ്ടാണ് അഭിഷിക്തനായ പൗലോസ് 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് മുഴുവനും കഴിഞ്ഞുപോയി. ജീവന്റെ മുതുക്കത്തിൽ നടക്കുക. അഭിഷേകം പ്രാപിച്ച ദൈവമേന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങയില്ല. ജീവന്റെ മുതുക്കത്തിൽ നടക്കുവാൻ അവനെ സഹായിക്കും. ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ചിലർക്ക് ജീവനിൽ ജീവനിലേക്ക് നിത്യജീവനിലേക്കുള്ള വാസന. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. കർത്താവിന്റെ വചനപ്രകാരം മുന്നോട്ട് പോകണമോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതലിന് മനുഷ്യരുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. നീ ഒരു കാര്യം ചെയ്യാൻ കരം നീട്ടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇടപെടും. ഇത് ശരിയല്ല. നിന്റെ കാലുകൾ ഒരു ഭാഗത്തേക്ക് തിരിക്കുവാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്ന് സംസാരിക്കും, മകനെ മകളെ ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളു. അങ്ങനെ നമ്മെ ഉപദേശിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് നടക്കാൻ നമ്മെ ഉപദേശിക്കും. അഭിഷേക്തൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം നിന്റെ കാലിന് ചെരുപ്പായി അണിയിച്ചിരിക്കണം. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്, ഇത് സത്യത്തിന്റെ മാർഗമാണ്. ആരാണ് സത്യം? യേശു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. കർത്താവ് നമ്മെ അഭിഷേകം ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കുവാനല്ല, അപ്പന്റെ മക്കളായി ജീവിപ്പാൻ, അധികാരത്തോടെ ജീവിക്കുവാൻ. യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നാണ്. അപ്പൊ കർത്താവ് നൽകുന്ന അധികാരം മക്കളെന്നുള്ള അധികാരമാണ്. അപ്പന്റെ അനുഗ്രഹം മക്കൾക്കാണ് അവകാശമുള്ളത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാനും നിങ്ങളും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തില് ഒന്നുമില്ല എന്ന് നമ്മൾ ഭാരപ്പെടരുത്. സകലത്തെയും നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ശമരിയാക്കാരിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന യേശുവിന് ഭക്ഷണം കൊണ്ടുവന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം കഴിപ്പാൻ എനിക്ക് ഉണ്ട്. എന്താ? എന്റെ അപ്പന്റെ വേല തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. കർത്താവ് ഏൽപ്പിച്ച വേല തികയ്ക്കുവാൻ, അത് ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ കഴിക്കുവാൻ. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, കർത്താവിന്റെ വേല തികച്ചെങ്കിൽ ഒരു ദിവസം നിമിഷം പോലും ഭൂമിയിൽ പിന്നെ വച്ചേക്കരുത്. ഇവിടെ കിടന്ന് മറ്റുള്ളവർക്ക് ഭാരമായി തീരാൻ വച്ചേക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, കർത്താവേ, എങ്ങനെ കഷ്ടപ്പെടാൻ എന്നെ അനുവദിക്കും. വേറൊന്നും ചോദിക്കാറില്ല ദൈവത്തോട്. ഞാൻ ചോദിക്കാതെ തന്നെ ദൈവം എല്ലാം തന്നു. ആഗ്രഹിച്ചതിനേക്കാളൊക്കെ ദൈവം തന്നു. അങ്ങനെയാണ് ഇന്ന് പകലും ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോ ആ കർത്താവ് നമ്മെ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു എന്നൊരു ബോധം, ഞാൻ പ്രാപിച്ച അഭിഷേകം ക്രിസ്തുവിന്റെ അഭിഷേകമാണെന്ന ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ സംശയത്തിന് കാരണമില്ല. എന്താ നമ്മുടെ ജീവിതത്തില് അത് എങ്ങനെ പരിശോധിക്കാൻ കഴിയും? എന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവാണോ എന്ന്. പ്രലോഭനങ്ങൾ മുമ്പിൽ വരുമ്പോൾ അതിന് കണ്ണുതിരിക്കാൻ കഴിയണം.
അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. ജീവിതത്തില് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി വരുമ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. അയ്യോ, എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, വേദോത്സവ വായനയില്ലാതെ അത് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതല്ല ക്രിസ്തുവിന്റെ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം. ഇന്ന് പകൽ ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്റെ മേൽ പകരപ്പെട്ടത്. യേശു കർത്താവിനെ പൊതിരെ തള്ളിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ കർത്താവിന് കഴിഞ്ഞു. യേശു കർത്താവ് എന്ത് പാപം ചെയ്തിട്ടാണ് ആ 140ഓളം കിലോ ഭാരമുള്ള മരക്കുരിശ്, പച്ച പൈൻ മരക്കുരിശ് ചുമക്കേണ്ടി വന്നത്? എന്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ ഭാരമാണ്. കർത്താവ് പാപം ചെയ്തിട്ടല്ല, ആ കർത്താവ് അത് വഹിപ്പാൻ തക്കവണ്ണം ദൈവം അവനെ ശക്തീകരിച്ചത് നാം മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ് പിതാവായ ദൈവപുത്രൻ ലോകത്തിലേക്ക് അയച്ചത്. ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ മേലും നിങ്ങളുടെ മേലും ആവസിക്കുമ്പോൾ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ നിൽക്കുന്നതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. അവിടെയും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത് വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? കർത്താവിന്റെ ഭക്തൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ ആ ഒരു അറിവാണ് ഒരു ദൈവ പൈതലിനെ പലതിൽ നിന്നും പുറകിലേക്ക് വലിക്കുന്നത്. ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ, മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ തകർന്നു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് അത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത ഭാഗം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ നമുക്ക് അവകാശം ഇല്ല. ഈ മന്ദിരം ആരുടെ വകയാ? ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാനായിട്ടുള്ള മന്ദിരമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കല് ഒരു വീട്ടിലെ കുടുംബ പ്രശ്നം തീർക്കാൻ പോയപ്പോൾ ആ ഭാര്യ പറയാറുണ്ട്, പക്ഷെ കണ്ടതിനും കേട്ടതിനും ഒക്കെ എന്റെ ഭർത്താവ് എന്നെ അടിക്കും. പള്ളിയിൽ പോകുന്നവരാ, ക്രിസ്ത്യാനികളൊക്കെയാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരു ശരീരമായി തീരുമെന്ന് ദൈവത്തിന് വെച്ച് പ്രതിഷ്ഠ എടുത്തല്ലേ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്വീകരിച്ചത്? അഭിഷേക ദൈവദാസന്മാരുടെ മുമ്പിൽ വെച്ച് നൂറുകണക്കിന് ആളുകൾ കേട്ടിരിക്കവേ ഈ സ്ത്രീയെ എന്റെ ശരീരത്തിന് ഭാഗമായി സ്വീകരിച്ചു, നിങ്ങൾ ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞല്ലേ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ കുടുംബമായി അതെ പറഞ്ഞയച്ചത്. അപ്പൊ സ്വന്തം ശരീരത്തെ തല്ലുന്നവൻ ആരാ? ലഗിയോൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഭാര്യയുടെ ശരീരവും ഒന്നാണ്. അതാണ് വചനത്തിന്റെ വ്യവസ്ഥ. അപ്പൊ ഭാര്യയെ തല്ലുന്നവൻ ലഗിയോനാണ്. അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശോഭിക്കാനല്ല പറഞ്ഞത്, വചനമതാ പറയുന്നത്. ലഗിയോനാണ് തന്നെത്താൻ ചതയ്ക്കുകയും വിലങ്ങെല്ലാം പൊട്ടിച്ചുകൊണ്ട് കല്ലറയിൽ പാർത്തവൻ. നിങ്ങളെ വീടിനെ കല്ലറയാക്കിയ നിങ്ങളാണ്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഉപദ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് ലഗിയോന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കും. നമ്മൾ തിരിച്ചറിയണം. സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നവൻ ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവനല്ല. ലൈവിലൂടെ ധാരാളം പേർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ കഴിയില്ല.
വിധേയത്തെ കുറിച്ച് പറയുമ്പോൾ തന്റെ സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ച സ്വയം അടിമയാക്കണം, മറ്റുള്ളവരെ ദണ്ഡിപ്പിക്കാനല്ല. ഇന്ന് പകൽക്കാലം വസിക്കും തിരിച്ചറിയണം. ആ ഒരു അറിവാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോ ആ വീട്ടിലെ സഹോദരൻ പറഞ്ഞത്, അയൽവക്കത്തൊരു വിളി കേട്ട് സങ്കടം തോന്നും. എന്താ? ഭർത്താവ് ഭാര്യ അടിക്കുന്നതല്ല, വിനയോ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നത് ശബ്ദം കേട്ടു. അതാണ് ലോകം. ഇന്നത്തെ കാലഘട്ടം തിരിഞ്ഞു വരികയാണ്. അവരെ നമുക്ക് വിടാം, അവർ ദൈവത്തെ അറിഞ്ഞവരല്ല. പക്ഷെ കേൾക്കുന്നവർ ദൈവത്തെ അറിയുന്നവരായതുകൊണ്ട് അവർക്ക് ഭാരം തോന്നുന്നു. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെ പോകുമ്പോൾ എന്നെയും എന്റെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാനുള്ള ശരീരമാണ്. അപ്പൊ ഈ ശരീരത്തെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ ശരീരത്തിന് ബലഹീനത വന്നാൽ എങ്ങനെയെങ്കിലും പോകട്ടെന്ന് ആരും കരുതുമോ? ഇല്ല. നമ്മൾ എങ്ങനെയെങ്കിലും ആ ശരീരത്തിന്റെ ബലഹീനത കണ്ടെത്തി ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നിലനിർത്തുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് എന്റെ ആരോഗ്യത്തിന് എനിക്ക് എഴുന്നേറ്റ് നടക്കാനത് ആവശ്യമാണ്. പക്ഷെ കർത്താവിന്റെ ആത്മാവ് വസിക്കുന്ന ശരീരം കൂടെയാണ് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത് വാക്യം. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനവും. പക്ഷെ ഗുരുതര പൗലോസ് പറയുന്നു ഈ ശരീരം ദൈവത്തിന്റെ. ഇവിടെ പറയുന്നു ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവില്ല എങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവില്ല എങ്കിൽ ഈ ശരീരം കൊണ്ടൊരു പ്രയോജനവും ഇല്ല. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഈ ശരീരം മാത്രം കൊണ്ട് എന്തോ പ്രയോജനം. യെഹെസ്കേലിനോട് കർത്താവ് ഒരിക്കൽ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഏറ്റവും ഉണങ്ങിയ അസ്ഥി കൂമ്പാരങ്ങളെ കാണിച്ചിട്ട് യെഹെസ്കേലിനോട് കർത്താവ് ചോദിക്കുകയാണ്, ജീവിക്കുമോ? യെഹെസ്കേൽ പറയുന്നത്, കർത്താവ് എനിക്കറിയില്ല, നിനക്ക് മാത്രമേ. എന്റെ മാനുഷികമായ ബുദ്ധിയിൽ ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കാൻ സാധ്യത ഇല്ല. കർത്താവിനോട് നീ പ്രവചിക്കുക, ഈ അസ്ഥികൾ നോക്കി പ്രവചിക്കുക, ഈ ഉണങ്ങിയ അസ്ഥി നോക്കി പ്രവചിക്കുക. പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിതറിക്കിടന്ന അസ്ഥികൾ അസ്ഥിയോട് വന്ന് ചേർന്നു. എന്റെ മേലും നിങ്ങളുടെ മേലും ക്രിസ്തുവിന്റെ ആത്മാവിനെ പകരപ്പെട്ടവരെ കുറിച്ചുള്ള ദൂതാണ്. നീ പ്രവചിക്കുമ്പോൾ തകർന്നു കിടക്കുന്ന ചിലത് പണിയപ്പെടുവാൻ തക്കവണ് എന്നെയും നിങ്ങളെയും കർത്താവ് അഭിഷേകം ചെയ്തിരിക്കയാ. തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുവാൻ, തകർന്ന ജീവിതങ്ങൾ പണിയപ്പെടുവാൻ, നിരാശയിലായിരിക്കുന്ന ജീവിതങ്ങൾ പണിയപ്പെടുവാൻ, അസമാധാനത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ സമാധാനം പകരപ്പെടുവാൻ, ഇല്ലായ്മയിലായിരിക്കുന്ന കുടുംബങ്ങൾ അത് സമ്പന്നരായി മാറുവാൻ. യെഹെസ്കേൽ പ്രവചിക്കുമ്പോൾ ചിതറിക്കിടന്ന അസ്ഥികൾ അത് അസ്ഥിയോട് യോജിക്കുവാൻ ഇടയായി തീർന്നു. ചിതറിക്കിടക്കുന്ന ചിലതിനെ പണിയുവാനാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നാം നമ്മോട് പറയണം, ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്റെ മേൽ വസിക്കുന്നത്. അവിടെയാണ് നമുക്ക് ബലം വരുന്നത്. യെഹെസ്കേൽ പ്രവചിക്കുമ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു, അതിൽ മാംസം വന്നു, അതിൽ ഞരമ്പ് വന്നു. ഏറ്റവും ഉണങ്ങിക്കിടന്ന അസ്ഥി കഷ്ണങ്ങളിലേക്ക് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഞരമ്പ് വന്നു, അതിൽ ത്വക്ക് വരെ പൊതിഞ്ഞു. ത്വക്ക് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയിൽ മാംസം വന്നു, അത് ഞരമ്പ് വന്നു, ത്വക്ക് വന്നു. അങ്ങനെ കിടന്നാൽ ആ ശരീരം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ?
ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി അവിടെ കിടന്നാൽ ആർക്കും ഒരു ശല്യവും ഇല്ല. പക്ഷെ അത് ശരീരമായിട്ട് കിടന്നാലോ 24 മണിക്കൂർ കഴിയുമ്പോൾ ജീർണിക്കാൻ തുടങ്ങും. ഒരു കൂട്ടം അസ്ഥി കൂമ്പാരങ്ങൾ അസ്ഥികളുടെ ഇടയിൽ കൂടെ നടക്കുമാറാക്കിയത്. ഒരു കൂട്ടം, പല കൂമ്പാരം, അസ്ഥി കൂമ്പാരങ്ങളെല്ലാം മനുഷ്യ ശരീരങ്ങളായി അങ്ങനെ കിടന്നാൽ ആ ദേശം മുഴുവൻ മാറും. എന്താ ക്രിസ്തീയ ജീവിതം ദേശത്തിന് നാറ്റം വമിക്കുന്നത്? അസ്ഥികൾ തമ്മിൽ യോജിച്ചു, അതിനകത്ത് ഞരമ്പ് വന്നു, മാംസവും വന്നു, ത്വക്കും പൊതിഞ്ഞു. പക്ഷേ അടുത്തു വരേണ്ടത് വന്നിട്ടില്ല. പിന്നെയും പ്രവാചകനോട് ദൈവം പറയുന്നു, നീ കാറ്റിനോട് കൽപ്പിക്ക, 4 ദേശത്തിന് ദിക്കിലെ കാറ്റിനോട് കൽപ്പിക്ക, ഈ നിഹതന്മാർ ജീവിക്കേണ്ടത് അതിന്റെ മേൽ ഊതുക. അത് ആ കാറ്റ് അതിന്റെ മേൽ ഊതിയപ്പോൾ അവയെല്ലാം ജീവിച്ചു വലിയൊരു സൈന്യമായി തീർന്നു. സൈന്യത്തിന്റെ പ്രത്യേകത യുദ്ധം ചെയ്യുവാൻ, പോരാടുവാൻ. നമുക്ക് പോരാട്ടങ്ങളോട് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോക അന്ധകാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. നമുക്ക് പോരാടാൻ കഴിയണമോ? ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെടാത്തിടത്തോളം കാലം അവൻ ദേശത്തിന് നാറ്റമാണ്, കുടുംബത്തിന് നാറ്റമാണ്. ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് ആരെങ്കിലും വരാനായിട്ട് തയ്യാറാകുമോ? കേരളത്തിലെ ഒരു 150 വർഷങ്ങൾക്ക് പുറകിലുള്ള അനുഭവം നോക്കിയാൽ ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് അന്ന് ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലഘട്ടമാണ്. 8 10 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് 40 50 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചു കൊടുത്തു. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് വിവാഹം കഴിഞ്ഞാൽ 10 ദിവസങ്ങൾക്കകം അവർ കുടുംബമായി ജീവിക്കണമെന്നാണ്, അല്ലെങ്കിൽ അത് ശാപമാണ്. അങ്ങനെ ഈ കുടുംബമായി തീർന്ന ഈ കുടുംബം വിവാഹം കഴിച്ച പുരുഷൻ 70 60 70 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ മനുഷ്യൻ മരിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് 25 28 വയസ്സ് പ്രായമായിരിക്കും. ഇന്ത്യയിലെ സംസ്കാരം അതായിരുന്നു. ഈ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ അതേ ചിതയിൽ ദഹിപ്പിക്കണമെന്നാണ് ഇന്ത്യൻ സംസ്കാരം. ആ 12 അല്ലെങ്കിൽ 25 28 വയസ്സ് പ്രായമുള്ള യൗവനക്കാരിയായ ഈ ഭാര്യയെ ഈ പ്രായമുള്ള ആ മനുഷ്യന്റെ ഡെഡ് ബോഡിയോട് ചേർത്ത് വരിഞ്ഞു കെട്ടി തീച്ചൂളയിലേക്ക് വലിച്ചെറിയും. അതായിരുന്നു ഇന്ത്യൻ സംസ്കാരം. അതിനോട് പ്രതികരിക്കാൻ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് കഴിയാതിരുന്നപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷമാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം അതെ ലോകത്തിന് വരുത്തിയ മാറ്റങ്ങളിൽ ഒന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ നിർജീവനാണ്. അവൻ ദേശത്തിന് നാറ്റമാണ്, കുടുംബത്തിന് നാറ്റമാണ്, സമൂഹത്തിന് നാറ്റമാണ്, ദൈവസഭയ്ക്കും നാറ്റമാണ്. ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം എന്റെ മേൽ അധിവസിക്കുമ്പോൾ ഞാൻ സാധാരണ വ്യക്തിയല്ല, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ക്രിസ്തുവിന്റെ സൗരഭ്യം എന്നിലൂടെ പുറത്തു വരണം. അവിടെ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ സതി നിർത്തലാക്കിയതിനെതിരെ 500ഓളം സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്തുവെന്ന് കേരള ചരിത്രം പഠിപ്പിക്കുന്നത്. അതാണ് ഈ ദുരാചാരം സുവിശേഷം
ദാഹത്തോടെ നിർത്തലാക്കിയപ്പോൾ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരും അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സകലത്തിന്റെയും അത് വിട്ടതിന് തിരിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയിലേക്ക് ഇന്ന് കടന്നു വന്നു കഴിഞ്ഞു. നമ്മുടെ യൗവനക്കാരെ ദൈവകൃപയിലും വചനത്തിലും ദൈവഭയത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സന്നിധിയില് ഇന്ന് പകൽ ആത്മാവിനെ പ്രാപിച്ച, ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചൊരു ദൈവ പൈതലിന് ആ കർത്താവിന്റെ വചനം വിട്ടുപോകാൻ കഴിയില്ല. അതാണ് ഇരമ്യാവ് നമ്മെ വായിച്ച് നമ്മൾ വായിച്ചു കേട്ടത്, യഹസ്കേൽ വായിച്ചു കേട്ടത്, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ. ഇന്നലെ വരെ ഉള്ളതല്ല, പുതിയത്. ഓരോ സഭായോഗത്തിനും നമ്മുടെ അകത്ത് പകരപ്പെട്ട ആത്മാവിനൊരു പുതുക്കം പ്രാപിക്കണം. ഇന്നലെ ഉള്ളത് കൊണ്ട് മതിയെന്ന് വെക്കരുത്. ആ ദാഹത്തോടെ വേണം നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ. ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ റോമാലേഖനം 8-ാം അധ്യായം 11-ാമത് വാക്യം, നസ്രായനായ യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എങ്കിൽ അവിടെ ഒരു അടിവര വെട്ടിരിക്കുക. അപ്പൊ എന്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണോ, ക്രിസ്തുവിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവാണോ എന്റെ മേൽ അധിവസിക്കുന്നത്? എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും. കാരണം ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മുടെ പ്രത്യാശ അതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വരുമ്പോഴാണ് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ നിൽക്കുവാൻ നമുക്ക് കൃപ നൽകുന്നത്. ഈ ശരീരം ബലഹീനമായി തീരുമ്പോഴും ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിൽ നമുക്ക് ജയത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-17, നിങ്ങളോ അവൻ ക്രിസ്തു നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇന്ന് വരെ നാം നമ്മോട് ചോദിക്കണം, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിന് എന്നിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തു എന്നിൽ ഇരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എങ്കിൽ ഞാൻ സീറോയല്ല, ഞാൻ ഹീറോയാണ്. എന്താ? ക്രിസ്തു എന്നിൽ വസിക്കും. നമ്മളെല്ലാവരും സീറോയാണ്. പക്ഷേ അതിന്റെ ഇടത്തെ അറ്റത്ത് ഒരു 1 വരുമ്പോൾ അത് ഹീറോയായി മാറുന്നു. എത്ര സീറോ മാത്രം കൂട്ടിയാലും സീറോ തന്നെയാണ്. പക്ഷെ ഈ ക്രിസ്തുവാകുന്ന 1 ചേരാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം സീറോയാണ്. നമുക്ക് പ്രശംസിക്കാൻ പുകഴുവാനൊന്നുമില്ല. അഭിഷക്തൻ പറയുന്നു, എനിക്കോ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടപെടരുത്. അവനാ ലോകം എനിക്കും, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന് നാം ക്രൂശിക്കപ്പെട്ടവരാണ്. ലോകത്തിന് നമ്മളിലൂടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ പക്ഷത്ത് ഞാൻ ചേരുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരപ്പെടുവാൻ കർത്താവിന്റെ ആത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത് വാക്യം പറയുമ്പോൾ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധ. യോഹന്നാന്റെ 16-ന്റെ 7-8 കൂടെ വായിക്കാം.
ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ആ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ആ. ഞാൻ പോകാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആ, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. കർത്താവിന്റെ വാഗ്ദത്വമാണ്. ഒടുവിലായി കർത്താവ് പറയുന്ന വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അത് ചില ദിവസത്തേക്കല്ല, വിടയോ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. കർത്താവ് എന്നേക്കും ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിനെ എന്നോട് എല്ലായ്പ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോ നമ്മൾ പല സമയത്തും കർത്താവിന്റെ ആത്മാവിനെ വേണ്ട എന്ന് ചിന്തിക്കുന്നുവോ? ഈ കടപ്പുറത്തൊക്കെ മീൻ പിടിച്ചിട്ട് വരുന്ന ആളുകൾ വള്ളം കരയിലോട്ട് കയറ്റിയാൽ നേരെ റോഡിലോട്ട് ഓടുന്നൊരു പതിവുണ്ട്. എനിക്ക് പണ്ട് അവിടെയൊക്കെ കടപ്പുറം ചികിത്സ ഉണ്ടായതുകൊണ്ട് എനിക്ക് അടുത്തറിയാം. അവർ പോകുന്നത് അടുത്ത കള്ള് ഷാപ്പിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ കടലിലേക്ക് പോകുമ്പോൾ അവരുടെ കഴുത്തിനകത്തൊരു കറുത്ത ചരടിൽ അവിടെ അവർ വിശ്വസിക്കുന്ന പുണ്യവാളന്റെയോ ക്രിസ്തുവിന്റെയോ ഒക്കെ ഒരു രൂപമുണ്ടാവും. അതെടുത്ത് വെച്ച് ചുംബിച്ചിട്ടാണ് കടലിലേക്ക് പോകുന്നത്. പക്ഷെ അവർ കടലിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഷാപ്പിന്റെ നടയിൽ ചെല്ലുമ്പോ ഇതിനെടുത്ത് ഇങ്ങനെ പുറകെ വയ്ക്കും. ഞാൻ കള്ളു കുടിക്കുന്ന ആര് കാണണ്ട. ഇന്ന് പെന്തക്കോസുകാരും വ്യത്യാസമില്ല. ക്രിസ്തുവിന്റെ ആത്മാവിനാലാണ് ഞാൻ നയിക്കപ്പെടുന്നതെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുക. നീ എടുത്ത് പുറകെ വെച്ചതുകൊണ്ട് കർത്താവ് കാണില്ല എന്ന് വിചാരിക്കുന്നില്ല. കർത്താവിന്റെ ആത്മാവ് ദുഃഖിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇന്ന് പകൽ കർത്താവിന്റെ ആത്മാവിന് എന്റെയും നിങ്ങളുടെ മേൽ പകരപ്പെട്ടത് നമ്മളുടെ വൻകാര്യങ്ങളെ ചെയ്യുക. അപ്പോസ്തലപ്രവൃത്തി 10:44 നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? പത്രോസ് ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. പത്രോസിന്റെ കൂടെ വന്ന് പരിച്ഛേദനക്കാർ പറയുകയാണ്, ഈ നമ്മെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്തി കൂടാതിരിക്കുവാൻ ആർക്കാ കഴിയുന്നത്? അന്ന് പരിച്ഛേദനയാക്കാത്തവരെ സ്നാനപ്പെടുത്തുന്ന പതിവില്ലാതിരിക്കുമ്പോ പ്രമാണം ഒരു വശത്ത് നിൽക്കും. പക്ഷെ ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. സകല പ്രമാണം അവിടെ അവസാനിക്കുകയാണ്. ഇന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് അഭിഷേകം ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കുവാനല്ല. വചനം പറയുന്നു, അത് റോമാലേഖനം 8:9, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഞാൻ ക്രിസ്തുവിനുള്ളവനായി മാറിയതപ്പോഴാ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ മേൽ പകരപ്പെട്ടപ്പോൾ. യേശു പാപത്തെ ജയിച്ചവനാ, മരണത്തെ ജയിച്ചവനാ, പിശാചിനെ ജയിച്ചവനാ. അത് കടലിന്റെ കോപത്തെ അടക്കിയവനാ, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ, പിശാചിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗിയെ സൗഖ്യമാക്കുവൻ, കുരുടന് കാഴ്ച നൽകിയവൻ, ചെകിടന് കേൾവി നൽകിയവൻ, മുടന്തനെ നടത്തിയവൻ. ദൈവത്തിന്റെ ആത്മാവ്, അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ മേലും നിങ്ങളുടെ മേൽ അധിവസിക്കുന്നുവെങ്കിൽ നമ്മിലൂടെയും കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുവാൻ ആഗ്രഹിക്കും. നമ്മുടെ അകത്ത് പകരപ്പെട്ട അഭിഷേകം ഒന്നുകൂടെ ജ്വലിക്കപ്പെടണം. അഭിഷേകം പ്രാപിക്കാത്തവരുടെ മേലും ഈ ക്രിസ്തുവിന്റെ അഭിഷേകം പകരപ്പെടണം. യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ കാറ്റ്, ജീവൻ അവയിൽ വരാത്തിടത്തോളം ആ ശരീരം കൊണ്ടൊരു പ്രയോജനവുമില്ല. നമുക്ക് നമ്മോട് ചോദിക്കാമോ, കർത്താവ് ഈ ശരീരം കൊണ്ട് ഇതുവരെയും കർത്താവിന് പ്രയോജനം വന്നില്ലെങ്കിൽ ഇന്ന് പകൽ എന്റെ ശരീരത്തെ ഏൽപ്പിക്കുന്നു, അവിടുത്തെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം.
കർത്താവ് അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. എന്റെ അകത്ത് പകരപ്പെട്ട ആത്മശക്തി ഇത് പോരാ. ഇന്ന് പകൽ ആത്മാവിന്റെ ഒരു അധികം, ആത്മാവിന്റെ ഒരു വർധനവ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം കഴിഞ്ഞ നാളുകളിൽ ആ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു. ഈ ദിവസങ്ങൾ മങ്ങിപ്പോയി. അതാണ് ദർശനങ്ങളും വെളിപ്പാടുകളെ കാണുന്ന ശുശ്രൂഷ എനിക്കുണ്ടായിരുന്നു. അത് മങ്ങിപ്പോയി. ഇന്ന് പലത് മടക്കി സാന്നിധ്യം വ്യാപരിക്കുക. ആഗ്രഹിക്കുന്ന ഗുണങ്ങളെ നിറയ്ക്കുന്ന ദൈവം ഓ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കണ്ണുനീരോടെ സമർപ്പണത്തോടെ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, എത്ര പേർക്ക് ചോദിപ്പാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഞാൻ ചോദിച്ചാൽ ജാതികളെ രാജ്യങ്ങളെ അവകാശമാക്കി തരാമെന്ന് പറഞ്ഞ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. സകലത്തെ ജയിച്ചവനായ ജയാളിയായ കർത്താവ് തന്റെ ആത്മാവിനെ പകരപ്പെട്ട ദൈവം കൂടുവാനല്ല, പ്രതിസന്ധി കണ്ടുകൊണ്ടോടുവാനല്ല, ആത്മാവിന്റെ ശക്തിയോടെ ചിലതിനെ ജയിപ്പാൻ, ചിലതിനെ കാൽ കീഴാക്കുവാൻ. ഓ ഹല്ലേലൂയ. എന്താണ് ചോദിക്കുക? ദൈവത്തോട് ചോദിക്കാനുള്ള സമയമാണ്. രോഗശാന്തിയാണോ? നിന്റെ ശരീരത്തിന്റെ രോഗബന്ധനം അഴിക്കുന്നതാണോ? ഓ ഹല്ലേലൂയ. നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടതാണോ? ദൈവത്തോട് ചോദിച്ചോ. ഇന്ന് പകൽ ആദരം തുറന്ന് ദൈവത്തോട് ചോദിച്ചോ. ദൈവം തരുവാൻ വിശ്വസ്തനാണ്. സകല കുഞ്ഞുങ്ങളും കണ്ണുകൾ അടച്ച് ആത്മാവിൽ പ്രാർത്ഥിക്ക്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഈ പകൽക്കാലം ചിലരുടെ മേൽ കൂടെ ദൈവം എന്നെ ശക്തിയെ പകരുവാൻ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ചിലരെ തൊടുകയോ, ചിലരെ ദൈവം വേർതിരിക്കയോ. ഇതുവരെ നീ ഒതുങ്ങിയിരുന്നത് മതി. കർത്താവിന് വേണ്ടി അധികം പോരാടുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. ഒരു തീജ്വാല പോലെ ഓടി നടന്ന് കർത്താവിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക, വീര്യപ്രവൃത്തികളെ ചെയ്യുക. ദൈവം ചിലരെ വേർതിരിക്കയോ. യെസ്, നിന്റെ കുറവുകൾ ഓർക്കാതെ ദൈവത്തിനെ അഭിഷേകം ചെയ്തെങ്കിൽ, ഓ നമ്മുടെ ഒരു യോഗ്യതയും കണ്ടിട്ടല്ല കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തത്. അത് കർത്താവിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽ ഓ ചിലരുടെ മേൽ കൂടെ ആത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം, ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ ചിലരുടെ മേൽ ആത്മാവിന്റെ ഒരു പകർച്ച. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം. ഓ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം. ഓ നമ്മുടെ മേൽ പകരപ്പെടട്ടെ, നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഒരു നദി ഒഴുകി വരുന്നത് പോലെ. അത് മുട്ടോളമല്ല, ആനയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തവന ആത്മാവിന്റെ ഒരു പ്രവാഹം. ഓ ഹല്ലേലൂയ. യെസ്, ഇന്ന് പകൽ ചിലരെ ദൈവം ബലപ്പെടുത്തുകയാ. ഓ ചിലരെ ശക്തീകരിക്കുക, ദൈവത്തിന്റെ പുറത്തു കൊണ്ടുവരികയാ. ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ, ആത്മാവിന്റെ ശക്തിയോടെ ആരാധിപ്പാൻ. യെസ്,
ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശ്വസിച്ചില്ല. മഴ പെയ്ച്ച പരമപിതാവേ മഴ നല്ല, മഴ പെയ്ച്ച പരമപിതാവേ മഴ നല്ല. ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലേ. ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലേ. ആറ്റുവാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലുമയക്കാം, ദൈവസഭ പാടിടാം. ആറ്റുവാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലുമയക്കാം, ദൈവസഭ പാടിടാം. ക്രിസ്തുനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ നല്ല. ക്രിസ്തുനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ നല്ല. തോളമല്ല അറിവോളം പോര വഴിയൊരു ജീവ നദിയൊഴുക. തോളമല്ല അറിവോളം പോര വഴിയൊരു ജീവ നദിയൊഴുക. ാലെ കടമണ്ണയാത്ത തീരുവവരി തുറക്കണരാമേ. കടമണ്ണയാത്ത തീരുവവരി തുറക്കണരാമേ. കടമണ്ണയാത്ത തീരുവവരി തുറക്കണരാ. തീരുവവരി തുറക്കണരാ. ചലനമൊട്ടാക്കി ദൈവം പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമൊട്ടാക്കി ദൈവം പ്രാപിപ്പാൻ. ചലനങ്ങൾ വേണം, നവജീവൻ വേണം, ചലനങ്ങൾ വേണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശ്വസിച്ചിടാം. മഴ പെയ്ച്ച പരമപിതാവേ മഴ നല്ല. മഴ പെയ്ച്ച പരമപിതാവേ മഴ നല്ല. മഴ നൽകണം, ആദിത്യമാരണം, ചെയ്യുവാൻ. മഴ നൽകണം, ജീവൻ പ്രാപിക്കുന്ന ഗുണത്താളമായി മാറട്ടെ. വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ചില രോഗികളെ സൗഖ്യമാക്കുവാൻ, കണ്ടനസ്ഥരെ വിടുവിക്കുവാൻ, ആത്മാവിനെ പുതുക്കുക, ആ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുവാൻ
ഇന്ന് പകൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കുക, ദൈവം നമ്മെ നിറയ്ക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ബലത്തോടെ പോകാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ചിലതിനെ ചവിട്ടിയിരിക്കുക, ചിലതിനെ കാൽ കീഴാക്കുക, ചിലതിനെ കുടഞ്ഞു കളയുക, ചിലതിനോട് കൽപ്പിക്കുക. ദൈവം ഞങ്ങളെ അധികാരത്തോടെ അഭിഷേകത്തോടെ മടക്കി അയക്കണമേ. സന്തോഷത്തോടെ ഭവനങ്ങളിൽ പോയി സ്വഭവനങ്ങളിൽ സ്വസ്ഥമായി വസിച്ച് പിന്നെയും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ ഞങ്ങളെ എല്ലാവരെയും മറക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സൂക്ഷിക്കണമേ. ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ വണ്ണം ഭവനങ്ങളിലായിരിക്കുന്നവരെ ദൈവം വിടുവിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അടുത്ത വിശുദ്ധ ദിവസത്തിൽ കൂട്ടിവരുത്തണമേ. കാലാവസ്ഥക്ക് അനുകൂലമാക്കി നൽകണം. വാഹനയാത്രകളിൽ കൂടെ ഇരിക്കണം. സകല മഹത്വവും സ്വീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോട് നമ്മെ കേൾപ്പിച്ച വചനങ്ങളോട് നാം പ്രാപിച്ച ദൈവകൃപയോട് വിടുതലുകളോട് ഇന്നും എന്നേക്ക് കർത്താവിന്റെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരവ്.